ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് NR4, NR7 ഇൻട്രാഡേ ആൻഡ് പൊസിഷണൽ സ്ട്രാറ്റജിനെ കുറിച്ച് പഠിക്കാം. NR4 ആൻഡ് NR7 സ്ട്രാറ്റജി നമുക്ക് ഇൻട്രാഡേക്കും പൊസിഷണൽ ട്രേഡിങ്ങിനും ഉപയോഗിക്കാൻ പറ്റും. NR മീൻസ് നാരോ റേഞ്ച് ബ്രേക്ക് എന്നാണ്. റേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ മൈനസ് ലോ, മനസ്സിലായി കാണില്ല. അതായത് നാരോ റേഞ്ച് ബ്രേക്ക് ഔട്ട് 7 ഡേയ്സിനുള്ളിലോ 4 ഡേയ്സിനുള്ളിലോ സംഭവിക്കണം. ഈ റേഞ്ച് എന്ന് പറയുന്നത് ഓരോ ദിവസത്തെയും ക്യാൻഡിലിൻ്റെ ഹൈ ലോ ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ NR7 നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 7 ദിവസത്തെയാണ്. അതുപോലെ തന്നെ NR4 ടോട്ടൽ കൺസിഡർ ചെയ്യുന്നത് 4 ദിവസമാണ്. ഈ 4ാമത്തെ ദിവസത്തെ ഹൈ ആൻഡ് ലോ ഡിഫറൻസ് റേഞ്ച് എന്ന് പറയും. മറ്റ് ദിവസങ്ങളിലെ റേഞ്ചിനെ കഴിഞ്ഞും കുറവായിരിക്കണം. അതുപോലെ തന്നെ NR7 7ാമത്തെ ദിവസത്തെ റേഞ്ച് മറ്റ് 6 ദിവസങ്ങളെക്കാൾ കുറവായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. ഒരു ചാർട്ട് പരിചയപ്പെടുത്താം. ഇത് PVRൻ്റെ ചാർട്ടാണ്, ഡെയിലി ചാർട്ടാണ്. NR7 ഞാൻ സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയ ചാർട്ടാണ്. ഇപ്പോൾ കാണുന്ന ഈ ക്യാൻഡിൽ 7ാമത്തെ ക്യാൻഡിലാണ്. ഇത് 6ാമത്തേത്, 5ാമത്തേത്, 4ാമത്തേത്, 3ാമത്തേത്, 2ാമത്തെ, 1ാമത്തെ. അപ്പോൾ ഇത്രയും ക്യാൻഡിലിൻ്റെ ഇതിനു മുമ്പ് ഇത് 10 ദിവസം എടുത്തേക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ക്യാൻഡിലിൽ ഈ ലാസ്റ്റ് ക്യാൻഡിൽ നോക്കുക. ഇതിൻ്റെ ഹൈ ആൻഡ് ലോ ഡിഫറൻസ്, അതായത് റേഞ്ച് മറ്റ് എല്ലാ ക്യാൻഡിലുകളുടെയും ഹൈ ആൻഡ് ലോയിനെ കഴിഞ്ഞും കുറവാണ്. ഇതാണ് ഇതിൻ്റെ 1ാമത്തെ കണ്ടീഷൻ. NR7ൻ്റെ 1ാമത്തെ കണ്ടീഷൻ ഇതാണ്. NR4ൻ്റെ അതുപോലെ തന്നെ 4 ക്യാൻഡിൽസ്. ഈ NR7 ഓൾറെഡി NR4 ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ലാസ്റ്റത്തെ 4 ക്യാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ലാസ്റ്റത്തെ ക്യാൻഡിൽ ആ നിയമം പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NR7 എടുത്തു കഴിഞ്ഞാൽ പിന്നെ NR4 എടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ റേഞ്ച് എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതുകൊണ്ട് തന്നെ NR7 ഫോളോ ചെയ്താലും മതിയാവും. ഇനി അടുത്ത ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടിയാണ് നമ്മളിത് സെറ്റപ്പ് ചെയ്യുന്നത്. അടുത്ത ദിവസം ട്രേഡ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അതുപോലെ തന്നെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി എടുക്കാം. ടാർജറ്റ് എന്ന് പറയുന്നത് ഈ ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസാണ് ടാർജറ്റ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് തലേ ദിവസത്തെ ഹൈയും ലോയും തന്നെയാണ്. മനസ്സിലായി കാണുമായിരിക്കും. ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ എൻട്രി എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് തലേ ദിവസത്തെ ലോയാണ്. ലോയ്ക്ക് ഒരു തുള്ളി കുറച്ച് താഴെ ഇടാം. അതുപോലെ തന്നെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ഹൈ ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ടാർജറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ്. റിസ്ക് റിവാർഡ് റേഷ്യോ 1:1. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. 1:2 നമുക്ക് ആക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ 1:1 മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിടണം. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഒരു ടാർജറ്റ് 2 times ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആക്കാം, നോ പ്രോബ്ലം, അതിന് കുഴപ്പമില്ല. പിന്നെ ഒരുപാട് 1% ഒക്കെ സ്റ്റോപ്പ് ലോസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഒഴിവാക്കുക. സ്റ്റോപ്പ് ലോസ് കുറഞ്ഞതാണ് നമുക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് വളരെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ഒഴിവാക്കുന്നത് നമുക്കൊരു സേഫ് ട്രേഡിംഗ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് കണ്ടു കഴിഞ്ഞു ക്യാൻഡിൽ. ഇനി ഈ സ്ട്രാറ്റജിയിലുള്ള സ്റ്റോക്സുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതിന് നമുക്ക് ചാർട്ടിങ്ങിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഏതെങ്കിലും ഫോർമുലാസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഫോർമുലാസ് ഷെയർ ചെയ്യാം. അതിന് മുമ്പ് ഈ PVRൻ്റെ സ്റ്റോക്ക് വേണമെങ്കിൽ ചാർട്ടിങ്ങിലൊന്ന് നോക്കിക്കഴിഞ്ഞിട്ടുള്ള ഹൈയും ലോയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഓരോ ക്യാൻഡിലിൻ്റെ മുകളിൽ കൂടെയും കർസർ നീങ്ങുമ്പം ഹൈയും ലോയും മുകളിൽ മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ക്യാൻഡിലിൻ്റെ മുകളിൽ നമ്മൾ കർസർ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഹൈയും ലോയും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാനത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ PVRൻ്റെ തന്നെ ഹൈയും ലോയും ആണ് എഴുതി വെച്ചേക്കുന്നത്. 7ാമത്തെ ദിവസത്തെ ഹൈയും ലോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. 1614 ഹൈ,
1594 ലോ, ഡിഫറൻസ് 20. അത് ഇതിൻ്റെ മുകളിൽ ഞാനിപ്പം ആ ക്യാൻഡിലിൻ്റെ മുകളിൽ കർസർ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഹൈ എഴുതിയെടുത്ത് 1614 1594 ലോ എഴുതിയെടുത്തും കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഞാൻ ഒരു ടേബിൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റഡി പർപ്പസിന് വേണ്ടി നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണിത്. ഓക്കെ, അടുത്ത 7ാമത്തെ ദിവസം പുറകോട്ട് 6ാമത്തെ ദിവസം 5ാമത്തെ ദിവസം അങ്ങനെ 1ാമത്തെ ദിവസം വരെ എഴുതിയിട്ടുണ്ട്. ഹൈയും ലോയും എഴുതി അതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും മുകളിൽ 7ാമത്തെ ദിവസത്തെ ഡിഫറൻസാണ് ഏറ്റവും കുറവ്. ഈ ലോയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയാണ് സ്റ്റോക്ക് വരേണ്ടത്. 7ാമത്തെ ദിവസം ഇവിടെ ഡിഫറൻസ് ഏറ്റവും കുറവായിട്ട് കണ്ടു. ഇങ്ങനെയാണ് ഈ NR7 സ്കാനറിൽ സ്റ്റോക്ക് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സ്ക്രീനറിലേക്ക് പോകാം. അപ്പോൾ PVRൻ്റെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ സേവ് ചെയ്ത് വെച്ച സ്ക്രീനർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചാർട്ടിങ്ങിൻ്റെ സൈറ്റ് എടുക്കുക. ചാർട്ടിങ്ങിൻ്റെ സൈറ്റ് എടുത്തു കഴിഞ്ഞ് സ്ക്രീനേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ KOV NR7 and NR4 സ്കാനർ അല്ലെങ്കിൽ സ്ക്രീനർ എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കുക സ്കാനർ. അപ്പോൾ സ്പെല്ലിങ് മാറിപ്പോകാതെ തന്നെ അടിക്കണം. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ KOV NR7 and NR4 സ്കാനർ എന്ന് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് സ്കാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, 2 സ്കാനർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. KOV NR7 and NR4 സ്കാനർ യെസ്റ്റർഡേ, അതിൻ്റെ താഴെ KOV NR7 and NR4 സ്കാനർ. ഇതാണ് നമുക്ക് നാളത്തേക്കുള്ള ഈ 2ാമത്തെ സ്കാനറിൽ വരുന്ന സ്റ്റോക്സുകളാണ് നാളത്തേക്ക് വേണ്ട സ്റ്റോക്സുകൾ. അതുപോലെ തന്നെ ഇത് യെസ്റ്റർഡേ ഇന്നലെ ഉള്ളത്. നമുക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ സ്കാനർ ഉപയോഗിക്കാം. ഈ സ്കാനർ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ സ്റ്റോക്സ് നാളെ ട്രേഡ് ചെയ്യാൻ എടുക്കരുത്. യെസ്റ്റർഡേ എന്നുള്ളത് ഇന്നലെ ഈ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്ത സ്റ്റോക്സുകളാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ യെസ്റ്റർഡേയിലെ 2 സ്റ്റോക്കുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ടെന്ന്. ആ സ്കാനറിൻ്റെ ഫോർമുല ഇതാണ്. ഈ ഫോർമുല നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇതാണ് ആ സ്കാനറിൻ്റെ ഫോർമുല. അതുകൂടാതെ തന്നെ ഈ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. കാരണം ഇവിടെ ഒരുപാട് സ്റ്റോക്സുകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് ഏകദേശം 197 സ്റ്റോക്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിഫ്റ്റിയിലുള്ള എല്ലാ സ്റ്റോക്കുകളും BSEയിലും NSEയിലും ഉള്ള എല്ലാ സ്റ്റോക്കുകളും കാണാൻ സാധ്യതയുണ്ട്. എല്ലാ സ്റ്റോക്കുകളും സ്ക്രീൻ ചെയ്തിട്ടാണ് ഇത്രയും വരിക. 197 സ്റ്റോക്സുകളുണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് മാറ്റണമെങ്കിൽ ഈ ക്യാഷിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാറ്റാൻ പറ്റും. ഇത്രയും ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ്. ഫ്യൂച്ചേഴ്സിൽ മാത്രമുള്ള സ്റ്റോക്സ് ആണെങ്കിൽ ഇവിടെ മാത്രം ക്ലിക്ക് ചെയ്യുക, റൺ സ്കാൻ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് 12 സ്റ്റോക്കുകൾ കിട്ടി. ഈ 12 സ്റ്റോക്കുകളും ഫ്യൂച്ചേഴ്സിൽ മാത്രമുള്ള സ്റ്റോക്കുകളാണ്. ഇതുപോലെ തന്നെ നിഫ്റ്റി 50, നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500, പിന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളും സ്ക്രീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്യാഷ് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ക്രീനറും വന്നു, എല്ലാ സ്റ്റോക്സുകളും വന്നിട്ടുണ്ട്. ഓക്കെ, 197 സ്റ്റോക്സുകൾ മൊത്തമുണ്ട്. നമുക്ക് ആദ്യത്തെ സ്റ്റോക്ക് തന്നെ ഒന്ന് എടുത്ത് നോക്കാം. ഇതിൽ ഞാനിവിടെ 10 days ആണ് കൊടുത്തേക്കുന്നത്. 10 days ഡെയിലി ആണ് ചാർട്ട് വരുന്നത്. ഓക്കെ, ഇത് എസ്റ്റർഡേയിലെ സ്കാനറാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള സ്കാനറായിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം അത് ട്രേഡ് ചെയ്യാനുള്ള സ്കാനറായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ദിവസത്തെ ഒരു റെഡ് ക്യാൻഡിൽ കാണാൻ പറ്റും. 2ാമത്തെ ക്യാൻഡിൽ, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് 2ാമത്തെ ക്യാൻഡിൽ. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് എത്രയോ മുകളിലേക്ക് പോയിരിക്കുന്നു. 285.2 നിന്ന് 305ൻ്റെ മുകളിൽ 305, 306 ആയിരിക്കാം, 306.2. അപ്പോൾ ഇത്രയും മുകളിലേക്ക് ഈ ഒരു സ്റ്റോക്ക് പോയി കഴിഞ്ഞു. വളരെ വലിയൊരു പേഴ്സൻറ്റേജാണത്. ശരിക്കും ഓപ്പൺ ആൻഡ് ക്ലോസിങ്ങിൽ തന്നെ 7.62% ഹൈക്കുണ്ട്.
ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റോക്ക് തന്നെ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. രണ്ടാമത്തെ സ്റ്റോക്ക് ഒന്ന് നോക്കിക്കളയാം. ബെൻസാലി എഞ്ചിനീയറിംഗ് ആണ്. ബെൻസാലി എഞ്ചിനീയറിങ്ങിൽ കാണാൻ പറ്റും ഇത് 7ാമത്തെ. അപ്പോൾ ലാസ്റ്റ് ഇതിലും വളരെ വലിയ ഒരു ഹൈക്കാണ് കിട്ടിയേക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് 65.3 അത് ബ്രേക്ക് ചെയ്ത് പോയേക്കുന്നത് 74ലേക്കാണ്. വളരെ ഒരു വലിയ ഒരു ജേണിയാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റുക. ഏകദേശം അതും 7.17% ഓപ്പൺ ആൻഡ് ക്ലോസ് തമ്മിലുള്ള ഡിഫറൻസ് അത്രയും ഹൈക്കുണ്ട്. പക്ഷേ അതിലും മുകളിലേക്ക് ഏകദേശം അത്രയും തന്നെ അത് മുകളിലേക്ക് പോയിട്ടുമുണ്ട്. ഏകദേശം 10-14% ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല സ്റ്റോക്കുകൾ നമുക്ക് ഇൻട്രാഡേയിലും പൊസിഷനിലും ഒക്കെ നന്നായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ NR7 ആൻഡ് NR4 സ്കാനർ. ഓക്കെ, NR4 നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, NR7 ആയാലും മതി. ഇതിൽ ഞാൻ ക്യാഷും ഈ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. വേറെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വോളിയം, ഇപ്പോൾ കുറച്ച് വോളിയം അധികമുള്ള ഒരു 50,000 മുകളിൽ വോളിയം ഉള്ള സ്റ്റോക്സുകളാണ് വേണ്ടത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വോളിയമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സോ, അതായത് മൂവിങ് ആവറേജ് എബോവോ ബിലോയോ ഒക്കെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചിലപ്പം പെന്നി സ്റ്റോക്സുകളൊക്കെ കയറി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും എഡിറ്റ് ചെയ്യാം. വോളിയം 50,000 അല്ലെങ്കിൽ 1,00,000 മുകളിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. ഇത് യെസ്റ്റർഡേ സ്റ്റോക്കുകളാണ്. ഇനി ഇന്നത്തെ സ്റ്റോക്കുകൾ. ഓക്കെ, ഇതൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ KOV NR7 ആൻഡ് NR4 സ്കാനറിൽ നിങ്ങൾക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്സുകളുടെ ലിസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം 28 സ്റ്റോക്സുകളുണ്ട്. ഇത് ഫ്യൂച്ചേഴ്സിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്, അതാണ് സ്റ്റോക്കിൻ്റെ എണ്ണം കുറഞ്ഞത്. ഇത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെപ്പറ്റിയുള്ള ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.